ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് കലാസംഘം രൂപീകരിക്കാനൊരുങ്ങി സാമൂഹിക നീതി വകുപ്പ്. കലാ അഭിരുചിയും സർഗാത്മക ശേഷിയുമുള്ളവർക്ക് പിന്തുണ നൽകി സാമൂഹികവും സാമ്പത്തികവുമായ ജീവിത നിലവാരം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അനന്യം പദ്ധതിയുടെ ഭാഗമായുള്ള കലാ ട്രൂപ്പിലേക്കായി തിരുവനന്തപുരത്ത് നടന്ന ഓഡിഷനിൽ നിരവധി പേർ പങ്കെടുത്തു. ഓഡിഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൃത്തം, സംഗീതം, അഭിനയം, വ്യക്തിത്വ വികസനം തുടങ്ങിയവയിൽ 1 മാസം നീണ്ടുനിൽക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിക്കും. പിന്നീട് പ്രത്യേക ആശയത്തിലൂന്നി നൃത്തവും സംഗീതവും അഭിനയവുമെല്ലാം ഉൾപ്പെടുന്ന കലാപരിപാടി ചിട്ടപ്പെടുത്തും. സാമൂഹിക നീതി വകുപ്പ് സാംസ്കാരിക വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന അനന്യം പദ്ധതിയുടെ ഭാഗമായാണ് കലാ ട്രൂപ്പ് ഒരുങ്ങുന്നത്. ഇതിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളും പ്രായോഗിക ശേഷിയും കണ്ടെത്തിക്കൊണ്ട് അവരുടെ കലാഭിരുചികൾ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ഒരു പുതിയ പദ്ധതിയാണ് അനന്യം പദ്ധതി. വളരെയധികം കാൻഡിഡേറ്റ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. വന്നവരൊക്കെ തന്നെ പറയുന്നത് ഇതിൽ സെലക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ ഓഡീഷൻ അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഴിവുകളാണ്. അപ്പോൾ അത്തരം വ്യക്തികൾ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിപ്പെട്ടേ പറ്റുള്ളൂ. അപ്പം അതിനുള്ളൊരു വഴി മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഒരു പാത്തൊരുക്കുക, അത്രയേ ഉള്ളൂ. 30 പേരായിരിക്കും കലാ ടീമിലുണ്ടാവുക. തിരുവനന്തപുരത്ത് നടന്ന ഓഡീഷനിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. അനന്യ പരിപാടി ശരിക്കും നമ്മൾ എൻവിസേജ് ചെയ്തത് ഒരുപാട് പേർ ഈ നേരത്തെ അർവിക സൂചിപ്പിച്ചതുപോലെ കലാപരമായിട്ട് കഴിവുകളുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും വേദികൾ കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ആവശ്യമുള്ള രീതിയിലുള്ള പരിശീലനം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ അഭിരുചി മേഖല എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ മേഖലയിൽ സക്സസ് ആയിട്ട് മാറാനുള്ള ഒരു പാത്തൊരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ്. കലയോട് അഭിരുചിയുള്ള നിരവധി പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുണ്ട്. അവർക്ക് അവസരം നൽകുന്നതിനൊപ്പം മെച്ചപ്പെട്ട സാമൂഹിക സാമ്പത്തിക സാഹചര്യവും ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.